السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇശാ ജമാഅത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്രാമാണികമായ പ്രബലത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ഉണ്ടായിത്തീരുന്ന അന്ധവിശ്വാസങ്ങളും ആത്മീയ ചൂഷണങ്ങളും, അല്ലാഹുവിൽ നിന്ന് അവന്റെ പടപ്പുകളെ അകറ്റുകയും എന്നിട്ട് ഇടത്തട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കുവാനുള്ള വഴി ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരാം എന്ന നിലക്ക് പുരോഹിത സമൂഹം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പലതും വിശുദ്ധ ഖുർആനിനോ പ്രവാചക വചനങ്ങൾക്കോ സലഫുകൾക്കോ പൂർവസൂരികൾക്കോ പരിചയമില്ലാത്തതാണ് എന്ന് വ്യക്തമായ ബോധ്യം ഇസ്ലാമിക ഉമ്മത്തിനുണ്ടാകണം. ആ ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടുന്നിടത്താണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വിശ്വാസത്തിൽ നിന്ന് തുടങ്ങി ജീവിതത്തിന്റെ വിവിധ യാത്രകളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഉണ്ടായിത്തീരുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഭാഷണം ഹജ്ജിന്റെ സമയം കൂടിയാണ്. ഹജ്ജിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. അറഫ മണ്ണിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മത്തിന് നൽകിയ വസിയ്യത്ത്, അഥവാ പിഴച്ചു പോകാതിരിക്കാൻ, വ്യതിചലനം ഉണ്ടാകാതിരിക്കാൻ എന്താണ് നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിലൂടെയും ആ മാനദണ്ഡത്തിലുമാണ് മരണം വരെയും ഓരോ മുസ്ലിമും നിലകൊള്ളേണ്ടത്. പ്രവാചകൻ അറിയിച്ചു, മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയ്യി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലമത്രയും നിങ്ങളിൽ പിഴവ് സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തേത്. അതാണ് നമ്മൾ വഖൈറൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്, അഥവാ ഖുർആനാണ്. അതേപോലെ തന്നെ അതിന്റെ വിശകലനങ്ങളും വിശദാംശങ്ങളുമാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചര്യയും. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും അനുസരിച്ചായിരിക്കണം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ എ ടു സെഡ് ഭാഗങ്ങളെയും എല്ലാ വിഷയങ്ങളെയും നമ്മൾ ക്രമീകരിക്കേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും ഈ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയുടെ വിഷയത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹദീസുകളിലൂടെ, അതേപോലെ തന്നെ ആയത്തുകളിലൂടെ ആ വിഷയത്തിൽ ഏറ്റവും പുരാതനമായ, അതല്ലെങ്കിൽ ഏറ്റവും ആദിമമായ ആദർശബോധനം ആരാണ് അറിയിക്കുന്നത് ഈ സമൂഹ സമക്ഷം? ഇസ്ലാഹികൾ അതിന്റെ നേർക്കുനേരെയുള്ള രൂപം അറിയിക്കുകയാണ്. പല ആളുകളും പറയും ഇതൊരു പുത്തൻ ആശയമാണ്, നിങ്ങൾ പുത്തൻ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലും പ്രചരണം നടത്താറുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ വകഭേദങ്ങളാകുന്ന വ്യത്യസ്ത ഭാഗങ്ങൾ, അതിൽ ഇസ്തിഗ്ഫാറുണ്ട്, ഇസ്തിഗാസയുണ്ട്, ഇസ്തിആനത്തുണ്ട്, ഇസ്തിആദത്തുണ്ട്, പലതുമുണ്ട്. അതിൽ ഇസ്തിഗ്ഫാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാപമോചനം തേടാൻ പാടുള്ളൂ. ഒരു ഉദാഹരണത്തിന് ലളിതമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, തൗഹീദിന്റെ മാർഗത്തിലാണ് പലപ്പോഴും പൗരോഹിത്യം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, പിറകോട്ട് വലിക്കുന്നത്, ശിർക്കിലേക്ക് എത്തിക്കുന്നത്, വ്യാഖ്യാന കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പുതിയ പല ആശയങ്ങളും പഠിപ്പിച്ചുകൊണ്ട്
പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹാബികൾ, മുജാഹിദുകൾ, സലഫികൾ എന്ന് പറയുകയാണ്. എന്നിട്ട് നവോത്ഥാനത്തിന്റെ തൗഹീദി വെളിച്ചം അതിലേക്ക് ഇരുട്ട് കടത്തിക്കൊണ്ടുവരുവാൻ ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ ആ വിഷയത്തിലെ തൗഹീദിലെ പ്രാർത്ഥനയിലെ ഇസ്തിഗ്ഫാറിന്റെ ഭാഗം ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാഹികൾ അഥവാ നമ്മൾ സമൂഹത്തോട് അറിയിക്കുന്ന സന്ദേശം എന്താണ്? ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ആരോടാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിയത് എങ്കിൽ അതാണല്ലോ മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, പാപമോചന തേട്ടം എന്ന് പറയുന്നത്. അത് ആരോടാണോ ആദം നബി തേടിയത് എങ്കിൽ ആ റബ്ബിനോട് മാത്രമേ നമ്മളും തേടാൻ പാടുള്ളൂ എന്നാണ് ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം, ആദ്യത്തെ മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ. ശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുകയാണ്. നീ ഞങ്ങളുടെ പാപം പുറത്തു തരുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകുമെന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇസ്ലാഹികൾ അറിയിക്കുന്നത്, ഇതാണ് ഇസ്ലാഹികൾ പഠിപ്പിക്കുന്നത്. ഈ പടച്ചറബിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഇടത്തട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, പാപം പേറിയിട്ടുള്ള ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പരമകാരുണികനിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് അല്ലാഹുവിലേക്ക് അടുത്ത ആളുകളിലൂടെയാണ് അടുക്കേണ്ടത് എന്ന് പറയാൻ. അവരുടെ ഹബ്ബജാഹ് ബർക്കത്തിലൂടെ, അതേപോലെ പുണ്യപുരുഷന്മാരിലൂടെ, മൺമറഞ്ഞു പോയ മഹത്തുക്കളിലൂടെ, അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കേണ്ടത് എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാഹികൾ ഇടപെടുകയാണ്, വിശുദ്ധ ഖുർആൻ ഇടപെടുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇടപെടുകയാണ്. അവിടെ തൗഹീദിന്റെ നവോത്ഥാനത്തിന് വേണ്ടി, ഇസ്ലാഹിന് വേണ്ടി, നന്മക്ക് വേണ്ടി, പരിഷ്കരണത്തിന് വേണ്ടി, നന്നാക്കലിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടായി തീരുകയാണ്. എന്താണ് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 186-ാം സൂക്തം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ എന്നെക്കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ, അർത്ഥിക്കുന്നവൻ, ആവലാതി ബോധിപ്പിക്കുന്നവൻ, അഭൗതികമായ സഹായം തേടുന്നവൻ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി കാര്യങ്ങൾ സമർപ്പിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, പറയട്ടെ, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു നമ്മോട് എത്രത്തോളമാണ് സാമീപ്യമുള്ളത്, സമീപസ്ഥനായി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 16-ാം സൂക്തം, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യരെ നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, മനുഷ്യ മനസ്സിന്റെ ആഗ്രഹ അഭിലാഷങ്ങളെ നഅലമു, നാം അറിയുന്നതാണ്. അല്ലാഹു പറയാ വിശുദ്ധ ഖുർആൻ അറഫ മണ്ണിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്ത് പിഴച്ചു പോകാതിരിക്കാൻ ഏതാണോ പ്രഥമ പ്രമാണമായി പഠിപ്പിച്ചത് എങ്കിൽ ആ പ്രമാണമാകുന്ന വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 16-ാം സൂക്തത്തിൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ സുദൃഢവും സുശക്തവുമായിട്ടുള്ള അവസ്ഥ അല്ലാഹു അറിയിക്കുകയാണ്. അതാണ് വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സർവ്വ മനുഷ്യരുടെയും മനോമുഖരങ്ങളിലെ ആഗ്രഹ അഭിലാഷങ്ങളെ അറിയുന്ന അലീം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ, നിങ്ങളുടെ കണ്ഠനാഡിയേക്കാൾ നിങ്ങളോട് ഞാൻ വളരെ അടുത്തവനാണ്, ഖരീബാണ് എന്ന് അല്ലാഹു
അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത്രയും ഖരീബായ, സമീപസ്ഥനായ, സമീആയ, കേൾക്കുന്നവനായ, ബസീറായ, കാണുന്നവനായ, അസീസായ, പ്രതാപശാലിയായ, ഖദീറായ, എല്ലാത്തിനും കഴിവുറ്റവനായ ആ അല്ലാഹുവിന്റെ അടുപ്പം മാറ്റിവെച്ച് ഏത് കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്, ഏത് കേന്ദ്രങ്ങളിലേക്കാണ് പൗരോഹിത്യം നമ്മെ കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാനും തിരുത്താനും നമുക്ക് സമയമായില്ലേ? ഇസ്ലാമികൾ ചോദിക്കുന്നത്. ഒന്ന് തിരുത്തേണ്ട ആർക്കാ സാധിക്കുക? ഏതെങ്കിലും ആൾദൈവങ്ങൾക്ക് നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു തരാൻ സാധിക്കുമോ? മരിച്ചുപോയവർക്ക് കഴിയുമോ? ആർക്കും സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ കഴിവുള്ള ആളുകൾ മരിച്ചു പോകുമോ? മരിച്ചു പിരിയും, അവർ മരിച്ചു പിരിയുകയില്ല. അതേപോലെ തന്നെ എത്രയോ മനുഷ്യ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കിയ രംഗങ്ങൾ, സംഭവങ്ങൾ വയനാട് ജില്ലയിലെ ചൂരൽമല, ഉഞ്ചിരിമട്ടം, മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഏതെങ്കിലും കബഡി നിരത്തി ഭാവിയുടെ ഭാഗതയെ നിർവഹിക്കുന്ന, അറിയിക്കുന്ന, അവകാശവാദം ഉന്നയിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് 12 മണിക്കൂറിൽ ഒന്ന് പൊട്ടും, 2 മണിക്ക് അടുത്ത ഉരുള് പൊട്ടും, ഒരു നാടും പ്രദേശവും ഒന്നുമല്ലാതെയായി തീരുന്ന അവസ്ഥയും ഭയജനിതമായ പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് കബഡി നിരത്തി കാര്യം പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്കും സാധ്യമല്ല. ജിന്നിനെ സേവിച്ച്, ശൈത്താനെ സേവിച്ച്, പൂജിച്ച് അദൃശ്യമറിയിച്ച ആരെങ്കിലും സാത്താൻ സേവകരുണ്ടോ? ഇല്ല, ആർക്കും സാധ്യമല്ല. മലേഷ്യയുടെ MH370 ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് കാലം എത്രയായി? അത് എവിടെയാണ് എന്ന് ആർക്കെങ്കിലും അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പറയാൻ സാധിക്കുന്ന വല്ല സംവിധാനങ്ങളുണ്ടോ? ഇല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിലകൊണ്ട് ശാസ്ത്രീയമായ, സയന്റിഫിക്കായ, സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നിരന്തരമായ പര്യവേക്ഷണങ്ങളും അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാതെ പോകുകയാണ്. മനുഷ്യരുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ, കോവിഡ് കാലം, ഉരുൾപൊട്ടലുകൾ, നിപ്പാ വൈറസ്, പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാം സൂക്തം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ച റബ്ബിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ്. സക്കാത്ത് സെല്ലിന്റെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഫക്കീറും മിസ്കീനും ഒക്കെ ചർച്ച ചെയ്യും. എന്നാൽ 800 കോടിയിലധികം വരുന്ന നിലവിൽ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഫുഖറാആണ്, നിങ്ങളെല്ലാവരും ദരിദ്രരാണ്, നിങ്ങളെല്ലാവരും പടച്ച റബ്ബിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. അത് മരിച്ചു പിരിഞ്ഞവരാകട്ടെ, ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാകട്ടെ, ഇനി ജനിക്കാനുള്ളവരാകട്ടെ, എല്ലാവരും ഈ നശ്വരമായ ലോകത്ത് നൈമിഷികമായ ജീവിതത്തിൽ ആകസ്മികമായ അപകടങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിർനിമേഷരായി, നിസ്സംഗരായി നിലവിളിക്കാനും നിൽക്കാനുമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവാണ് ഐശ്വര്യവാൻ, അല്ലാഹുവാണ് ഗനിയ്യ്, അല്ലാഹുവാണ് സ്തുത്യവാൻ. ഒരാൾക്കും അത് അവകാശപ്പെടാൻ സാധ്യമല്ല. പലരും പറയും, ഫലം വിരിശങ്ങ് കൊണ്ടുവെച്ചുകൊള്ളൂ, ഐക്കല്ല് സിഹാമ് നിങ്ങൾ കടയിൽ കൊണ്ടുവെക്കാം, നിങ്ങളുടെ വീട് പണി നടക്കുന്നിടത്ത് കൊണ്ടുവെക്കാം, ഇന്ന കേന്ദ്രങ്ങളിലേക്ക് പോകാം, ഇന്ന ജാറകളിലേക്ക് പോകാം, ഇന്ന പച്ചപ്പരവതാനി വിരിക്കാം, ഇന്ന ചന്ദനത്തിരി കത്തിച്ചു വെക്കാം എന്ന ഓഫറുകൾ പലരും നടത്തും. ഓഫർ നടത്തുന്ന ആളുകളുടെ ഗതികേട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഐക്കല്ല് സിഹാമും വലംബരി ശംഖുകളും അങ്ങനെയുള്ള കല്ലുകളും ഒക്കെ കിട്ടുന്ന പണം കൊണ്ട് അവർക്ക് അവരുടെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം നിവർത്തിക്കാൻ അതേ അവർക്ക് വഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആരാണ് നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാക്കുന്നവൻ, ആരാണ് ശർറുണ്ടാക്കുന്നവൻ? ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും വസ്തുവകകൾക്ക് സാധിക്കുമോ? സാധ്യമല്ല തന്നെ. വിശുദ്ധ ഖുർആനിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കുകയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ ഉണ്ടല്ലോ, നവോത്ഥാനത്തിന്റെ ദീപശിഖ. ആ ഖുർആനദാ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്കാണ് വഴി കാണിക്കുന്നത്. ആ ഖുർആനിന്റെ ആശയം അതാണ് പ്രവാചകന്റെ നവോത്ഥാന നടപടിക്രമം എന്ന് പറയുന്നത്. അല്ലാഹുവിനെ കണക്റ്റാക്കുകയാണ്. അടിമയും ഉടമയും തമ്മിൽ, പണക്കാരനും പണിക്കാരനെയും, പണക്കാരനെയും പണിക്കാരനെയും, പണ്ഡിതനെയും പാമരനെയും, തൊഴിലാളിയെയും മുതലാളിയെയും, പാപിയെയും സുഹൃത്തം ചെയ്യുന്നവരെയും ഒക്കെ പരിഗണിക്കുന്ന, നേർക്കുനേരെ ചോദിച്ചാൽ തന്നെ ഉത്തരം നൽകുന്ന ഇടത്തട്ട കേന്ദ്രങ്ങളുടെ ആവശ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ
പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള ആയത്തിലേക്ക് ഈ ഉമ്മത്ത് മടങ്ങണം. അതാണ് വൈദാ സഅലക ഇബാദി അന്നീ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം ഞാൻ വളരെ സമീപസ്ഥനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക, അവരോട് നമ്മൾ ചോദിക്കുക. അതാണ് പ്രവാചകന്മാരുടെ പാത, അതാണ് മുൻഗാമികളുടെ പാത. അഖീദ വിഷയത്തിൽ, ആഗ്രഹ സഫലീകരണ വിഷയത്തിൽ അവരതാ തേടിയത്. 10-20 വർഷത്തോളം രോഗം ബാധിച്ചു കിടന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ബാധിച്ച രോഗവിഷയത്തിൽ ഭൗതികമായി നിർവഹിക്കേണ്ട കാര്യങ്ങളും ശമന രീതികളും സ്വീകരിച്ചതിന് ശേഷം അഭൗതികമായ അദൃശ്യമായ രോഗശമനത്തിന് വേണ്ടി നിർവഹിച്ചതെന്താ? അല്ലാഹുവോട് തേടുകയാ ചെയ്തത്. വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് ചോദിച്ച സന്ദർഭം എത്രമേൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഉടുമുക്കിയ വെള്ളം കുടിപ്പിക്കുന്ന ആളുകളുണ്ട്, നവോത്ഥാനത്തിന്റെ വെളിച്ചം അണക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ ഉമ്മത്തിനെ നിങ്ങൾ നഫീസത്ത് മാലയിൽ നിന്ന്, അതേപോലെ തന്നെ വെള്ളം ഊതി കുടിക്കലിൽ നിന്ന്, ഹൈക്കലിൽ ബന്ധിപ്പിക്കലിൽ നിന്ന്, സബീരയിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തന ബോധവൽക്കരണങ്ങളിലൂടെയാണ്. എന്നിട്ട് ഈ കാലത്ത് കാലം പുരോഗമിക്കുമ്പോ വീണ്ടും അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും PhD-യുള്ള ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടിയെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളില് ഇങ്ങനെ വിജ്ഞാനത്തിൽ പിന്നെ മഷി കലക്കി കുടിക്കുന്നതിനെ കുറിച്ച് റിസർച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. എന്തൊക്കെ തരത്തിൽ യാതൊരു കാലത്ത് പോലും അത്തരത്തിലുള്ള ആത്മീയ ചൂഷണത്തിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം നമ്മള്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മുടിയുമായി കടന്നുവന്ന്, എന്നിട്ട് ആ മുടി മുക്കിയ വെള്ളം കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് അദ്ദേഹത്തിന് അസുഖം ബാധിച്ച സമയത്ത് കോഴിക്കോട് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള ആധുനിക ടെക്നോളജിയുള്ള ഇത്ര ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അനുയായികൾ മർക്കസിന്റെ വരാന്തയിലും പിന്നാമ്പുറങ്ങളിലും ഓരങ്ങളിലും മുറ്റങ്ങളിലും ഒക്കെ ക്യൂവിൽ ഇടം പിടിച്ച് വെയിലുള്ള സമയത്ത് പോലും ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാ? പ്രവാചകന്റെ മുടി മുക്കിയ വെള്ളം അതൊരു ഔൺസ് കിട്ടാൻ വേണ്ടി, ഒരു 250 മില്ലി കിട്ടാൻ വേണ്ടി 1000 രൂപ അടച്ച് 500 രൂപ അടച്ച് ഓരോ മില്ലിക്കനുസരിച്ചുകൊണ്ട് അങ്ങനെ പണമടച്ച് കാത്തുനിന്ന ക്യൂ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എന്തിനാ വേണ്ടിയാ അത് വാങ്ങുന്നത്? രോഗം വന്നു കഴിഞ്ഞാൽ അതിന് അസുഖം, അതിന് ഭേദമുണ്ടാകാൻ വേണ്ടി. പ്രവാചകന്റെ മുടി മുക്കിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാകുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കാന്തപുരസ്ഥാനല്ല അത് കൊണ്ടുവന്നത്. അദ്ദേഹം അത് കൊണ്ടുവന്ന് വിപണനം നടത്തി അതിന്റെ എല്ലാ സാധ്യതകളും ഉണ്ടാക്കി നോളേജ് സിറ്റിയോളം അത് എത്തിച്ചു. ആ ആത്മീയ ചൂഷണങ്ങളുടെ അകമ്പടിയോടെ പല വിധത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് സോഷ്യൽ മീഡിയകളിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ, യൂട്യൂബുകളിൽ ആരെങ്കിലും വല്ല വീഡിയോയും നമ്മൾ കണ്ടോ? ഞാൻ കൊണ്ടുവന്ന ആ മുടി മുക്കിയ വെള്ളം കുടിച്ച് എന്റെ ക്ഷീണം മാറി, എന്റെ അസുഖത്തിന്റെ ഭേദമുണ്ടായി, ഇങ്ങനെ പറയുന്ന നമ്മൾ കേട്ടില്ല. അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, ചികിത്സക്ക് വിധേയമാകുകയാണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ്. ഇസ്ലാമികൾ പറയുന്നത് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർക്ക് പോകണം. പ്രവാചകന്റെ ഹദീസ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറയാൻ. ചികിത്സിക്കാത്ത ഒരു കാലത്ത് ചികിത്സിക്കണമെന്ന് പറഞ്ഞത് നവോത്ഥാനമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനിയും ആ കാലത്തിലേക്ക് പൗരോഹിത്യം ഈ ഉമ്മത്തിനെ പറിച്ചു നടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഭാഷയിൽ, ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ നമ്മൾ പ്രതിരോധിക്കണം. വൈജ്ഞാനികമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ സമൂഹത്തെ പ്രബുദ്ധതയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ മാതൃക, മുൻഗാമികളുടെ മാതൃക. രോഗം വന്നാൽ ചികിത്സിക്കണം. ശരീരത്തിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. ആരോഗ്യ ശരീരത്തിന് ഹൃദയത്തിനാണ് അസുഖമെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ പോയി കാണണം. കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണ് ഡോക്ടറെ പോയി കാണണം. ചെവിക്കാണ് അസുഖമെങ്കിൽ ENT പോയി കാണണം. മനസ്സിനാണ് അസുഖം ബാധിച്ചത് എങ്കിൽ, മനസ്സിനാണ് അസുഖം ബാധിക്കുന്നത് എങ്കിൽ മനഃശാസ്ത്ര വിശാരദന്മാരെ, സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഖുർആൻ തെറാപ്പിക്ക് പോകുന്ന ആളുകളുണ്ട്, ഇന്നറക്കാൻ പോകുന്ന ആളുകളുണ്ട്, സാത്താൻ സേവാ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിതാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ഉസ്താദ് അടിച്ചത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഹസീന എന്ന് പറയുന്ന സഹോദരിയുടെ നട്ടെല്ലിന് അടിയേറ്റ ക്ഷതം മരണകാരണമായി തീർന്നു എന്ന റിപ്പോർട്ടുണ്ട്. നാദാപുരത്ത് വിവാഹമോചിതയായിട്ട് ഒരു സഹോദരി വിവാഹം വീണ്ടും നടക്കാൻ വേണ്ടിയിട്ട് ഒരു ജിന്നുമ്മയുടെ അടുത്തേക്കാ പോയത്. എന്നിട്ട് സാധാരണ മണ്ണെണ്ണ കൊണ്ടെന്നൊക്കെയോ കാര്യങ്ങൾ പൂജയും നടത്താറുണ്ട് എന്നാൽ ആ സമയത്ത് പെട്രോൾ കൊണ്ടാണ് നടത്തിയത്. കത്തിപ്പിടിച്ച് നാദാപുരത്ത് ആ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഖൈർ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ വേണ്ടി ഈ പൗരോഹിത്യം, ഈ പാവപ്പെട്ട ഉമ്മത്തികളെ, സാധാരണക്കാരായ ആളുകളെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ചികിത്സയുടെ പേര് പറഞ്ഞ് മനസ്സ് നന്നാകാൻ വേണ്ടി, മനസ്സിന് ബാധിച്ച അസുഖം മാറാൻ വേണ്ടി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചികിത്സിക്കണമെന്നാണ്. അപ്പൊ മനസ്സിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുക, മനഃശാസ്ത്ര വിശാരദരുടെ അടുത്തേക്ക് പോകുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിന് വിധേയമാകുക, എന്നിട്ട് മരുന്ന് കഴിക്കുക. പിന്നീട് പ്രാർത്ഥനയാകുന്ന മന്ത്രം. ഇസ്ലാമിൽ മന്ത്രവാദമില്ല, ആ വക ചൂഷണങ്ങളൊന്നുമില്ല. ഇസ്ലാമിൽ മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഏകനായിക്കൊണ്ട് ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ എനിക്ക് രോഗം ബാധിച്ചാൽ ശമനം നൽകുന്നത് ശങ്കാണി എന്നല്ല പറഞ്ഞത്, ശമനം നൽകുന്നത് ഏലസാണി എന്നല്ല പറഞ്ഞത്, ശമനം നൽകുന്നത് മുൻഗാമികളായ പ്രവാചകന്മാരാണ് എന്നല്ല പറഞ്ഞത്. എനിക്ക് രോഗശമനം നൽകുന്നത് മുൻഗാമികളായ പ്രവാചകന്മാരുടെ ബർക്കത്തിലൂടെയാണ് എന്നല്ല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തു ശുഅറായിലെ ഇബ്രാഹിം നബി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന പല സൂക്തങ്ങൾക്കിടക്ക് പറയുകയാണ്, എനിക്ക് രോഗം ബാധിച്ചാൽ ശമനം നൽകുന്നത് എന്റെ റബ്ബാണ് എന്നാണ്. ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണ് അവനിൽ നിന്ന് അകന്നു പോകുന്നത്? എന്തിനാണ് സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് സന്മാർഗം നമ്മൾ ഹോമിച്ചു കളയുന്നത്? പാടില്ല. അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുക, എന്നിട്ട് പഥ്യമാചരിക്കുക, റെസ്റ്റ് എടുക്കേണ്ടത് റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക, കാര്യകാല ബന്ധങ്ങൾക്കുള്ളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. എന്നിട്ട് അഭൗതികമായി അദൃശ്യമായി രോഗശമനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. അവിടെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ദിക്ർ, ദുആകൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, ഇശ്ഫി, നീ ശമനം നൽകണം. അൻതശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. സിഎം ആണ് എന്നല്ല, വിദേശിക്കാണ് എന്നല്ല, അമരം തങ്ങളാണ് എന്നല്ല, പാറപ്പള്ളിയിലെ ഉപ്പയാണ് എന്നല്ല, പുതിയങ്ങാടിയിലെ യാഹു തങ്ങളാണ് എന്നല്ല, അല്ലാഹുവേ നീയാണ് ശമനം നൽകുന്നവൻ. മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന നാഥ, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. ശിഫാ അല്ലാ യുഗാദിറു സഖമാ, രോഗങ്ങളില്ലാതാക്കുന്ന വിധത്തിലുള്ള ശമനമാണ് നിന്റെ സവിധത്തിൽ നിന്ന് അനുഗ്രഹമായി ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ അസുഖം നീ ഭേദമാക്കി തീർക്കണമേ റബ്ബേ. കാണേണ്ടവരെ കണ്ടു, ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു. ഇനി നീയാണ് രോഗം പരീക്ഷണമായി നൽകിയത്. ആ പരീക്ഷണത്തിൽ നിന്നിലാണ് എനിക്ക് തവക്കുലാക്കാനുള്ളത്, നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ എനിക്ക് ശമനം നൽകണമെന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം രോഗത്തെ ഒരു പരീക്ഷണമാക്കി കണക്കാക്കി വിശ്വാസി സഹനം അവലംബിക്കേണ്ടത്. അതല്ലാതെ നമ്മെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല കോലത്തിലും പറയും. കുടുംബക്കാർ പറയും, അയൽവാസി പറയും, വിചാരിച്ച അസുഖമല്ല കുട്ടിക്ക്, വിചാരിച്ച അസുഖമല്ല, വെറുതെ ഡോക്ടറെ കളിക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാത്രം കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് ഇത് അവര് നോക്കിയതാ, ഇവര് നോക്കിയതാ, അവര് ചെയ്തതാ, ഇവര് ചെയ്തതാ, കോഴിത്തലയാൻ, തേങ്ങയാൻ, മാങ്ങയാൻ, കരിക്കാണ്, ഇങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളൊക്കെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പൈതൃകം അവകാശപ്പെടുന്ന വിശ്വാസി സമൂഹമായി മാറാൻ ഇസ്ലാമിക ഉമ്മത്തെ നിങ്ങൾക്ക് സാധിക്കണം. ഏതാണ് ആ മാർഗം? വിശുദ്ധ ഖുർആൻ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ അടിമക്ക് അല്ലാഹു പോലെ. അനുഗ്രഹീത ഗായകൻ എസ്.എ. ജമീൽ ചോദിച്ചതുപോലെ അഖിലാണ്ടനാഥൻ അല്ലാഹുവാണ്, ആത്മാവിൽ വിശ്വസിപ്പോരേ.
മനോഹരമായ ഗാനാൻ യുക്തിവാദികൾക്ക്, നിരീശ്വര നിർമ്മതവാദികൾക്ക്, ദൈവനിഷേധികൾക്ക് എല്ലാവർക്കും മറുപടിയാണ്. ഒരു 10-16 വരി കൊണ്ട്, ഒരു 5 മിനിറ്റ് ഗാനം കൊണ്ട് സർഗാത്മകമായി അന്ധവിശ്വാസാത്മീയ ചൂഷണ മതനിഷേധ ദൈവനിഷേധ പ്രവണതകൾക്കെതിരെ പ്രതിരോധവും പ്രകമ്പനവും സൃഷ്ടിക്കുന്ന മനോഹരമായ ഗാനം. അതാണ് എസ്.എ. ജമീലിന്റെ തൗഹീദി ഗാനം പറയുന്നത്. ഇതിലെങ്ങനെ വരികളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആരിലേക്കാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്, ആരിലേക്കാണ് ചെല്ലുന്നത്, ഏത് ചൂഷണത്തിലാണ് പെടുന്നത്, ഇതിലിങ്ങനെ കുറച്ച് കഴിഞ്ഞാലുള്ള 4-5 വരികളുണ്ട്. എസ്.എ. ജമീൽ ഇങ്ങനെ പറയാ, ഗുരുവായൂർ ശബരിമലയാത്രയുമല്ലേ, നാനാവിധ ദർഗപൂജയും ജാറമൂടലും തലുമില്ലേ, ശൈഖും മുരീദും തങ്ങളും ത്വരീഖത്തും അല്ലാ മുസ്ലിം ശരീഅത്ത്, ശൈത്താനെ വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ഇതൊക്കെ ആയത്തിന്റെ ആദർശാവിഷ്കാരമാണ് എസ്.എ. ജമീല് കവിതയിലൂടെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയെടുത്തത്. നിങ്ങൾക്കൊരു അല്ലാഹു പോരെ എന്ന് ചോദിച്ചാൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മനുഷ്യ വിമോചന ഗ്രന്ഥമായ വിശ്വാസ വിശുദ്ധിയുടെ വിളംബരം നടത്തുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലോ സൂറത്തുൽ റഅദിലെയോ സൂക്തം അതാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ അടിമക്കന്ന പോരെ, വല്ലദീന യുഖവ്വിഫൂനക മിൻ ദൂനി, അല്ലാഹുക്ക് പുറമെയുള്ളവരെ പറഞ്ഞ്, അല്ലാഹുക്ക് പുറമെയുള്ള വസ്തുക്കളെ പറഞ്ഞ്, യുഖവ്വിഫൂനക, അവർ നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിർഭയത്വം നഷ്ടപ്പെടുത്താനുള്ള വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിൽ തല വെച്ചു കൊടുക്കരുത്, അതിൽ തല വെക്കരുത്, ചിന്തിക്കണം. അഫലാ തഅഖിലൂ, നിങ്ങളത് ചിന്തിക്കാത്തതിനാൽ അഖലും നഖലും കൊടുക്കണം, പ്രമാണവും ബുദ്ധിയും കൊടുക്കണം. എന്നെ പറ്റിക്കുകയാണ്, എന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയാണ്, അവൾ എന്നെ തകർക്കും, അവൻ എന്നെ തകർക്കും, ആ നോട്ടെന്നെ തകർക്കും, ആ ചെയ്തെന്നെ തകർക്കും. നമ്മള് അന്ധവിശ്വാസത്തിന്റെ പഠിക്കര് ഷെരീഫും സുബിൽഷാദും തമ്മിൽ വയനാട് ജില്ലയിലെ ഹോട്ടൽ നടത്തുന്ന സുബിൽഷാദിന്റെ ഹോട്ടലിന്റെ മുമ്പില് കോഴിത്തലയും അതേപോലെ കുറച്ച് പൂക്കളും വാഴയിലയും കണ്ടു. അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. CCTV പോയി നോക്കിയപ്പോ ഷെരീഫ് കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവന്നിടുന്ന രംഗം അങ്ങനെ കാണുക. പിന്നീട് താറ് ജീപ്പ് ഉപയോഗിച്ച് സുബിൽഷാദ് പോകുന്ന ഓട്ടോറിക്ഷയെ ഇടിപ്പിക്കുക, എന്നിട്ട് ബോധപൂർവ്വം. അത് ആക്സിഡന്റ് എന്നാ വിചാരിച്ചത്. ഒരു 4 മാസം മുമ്പ്, കഴിഞ്ഞ റമദാന്റെ തൊട്ട് മുമ്പ്, 1 മാസം മുമ്പ് നടന്ന സംഭവമായി പറയുന്നത്. മലയാളക്കരയിൽ പ്രബുദ്ധ കേരളത്തിൽ ഇസ്ലാമിക ഉമ്മത്തിനിടക്കായി സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളിപ്പോ ഇഷാംസ്കരിച്ചിട്ടാണോ വരുന്നത്? ഇഷാംസ്കരത്തിന് ശേഷം എന്താ പറഞ്ഞത്? അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയ ഒന്നിനെ തടയാൻ ഒരുത്തനും ഒന്നിനും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞ ഒന്നിനെ നൽകാനും ഒരാൾക്ക് സാധ്യമല്ല. ഈ ദിക്ർ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരല്ലേ, ചൊല്ലേണ്ടതല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് തന്റെ ഹോട്ടൽ മുമ്പിൽ അവനത് കൊടുത്തിട്ട് അവനെ വെറുതെ വിടൂല. മനുഷ്യ അന്ധവിശ്വാസിൽ ചെന്ന് പെട്ടാള പ്രശ്നമാണിത്. 2 കുടുംബങ്ങൾ സങ്കടക്കടലായി മാറിയില്ലേ, ജയിലിൽ പോകേണ്ടി വന്നില്ലേ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. പോലീസ് അന്വേഷണത്തില് ഈ ആക്സിഡന്റിന് സാധ്യതയില്ലാത്ത ഒരു ഡയറക്ട് റോഡിൽ എങ്ങനെയാണ് ഈ ജീപ്പ് ഓട്ടോറിക്ഷ ഇടിച്ചത് എന്ന് അത് പാസ് ചെയ്ത ഭാഗത്ത് ഒരു CCTV ഉണ്ടായിരുന്നു. അതിന്റെ ക്യാമറ കൂടി നോക്കിയപ്പോ ബോധമോടിക്കുന്ന രംഗം. പിന്നെ അത് അന്വേഷിച്ച സമയത്താ പറഞ്ഞത്, എന്റെ കച്ചവടം മുട്ടിക്കാൻ വേണ്ടിട്ട് ഓൻ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, എന്റെ കയറ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനത് കോഴിത്തലയും അതേപോലെ വാഴയുടെ ഇല, അങ്ങനെ കോഴിത്തല, വാഴയുടെ ഇല, ഏതാനും പൂക്കൾ. സഹോദരങ്ങൾ, ഇതിനൊക്കെ കോഴിത്തലക്കും പൂക്കൾക്കും വാഴയിലക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ കഴിയുക? അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദാ. വീട് പണിയെ, രോഗം, കച്ചവടം, കല്യാണം, ദിവസ പ്രശ്നം, മാസ പ്രശ്നം, പുറത്തിറങ്ങിയ പ്രശ്നം, പൂച്ച മുന്നിലൂടെ ഓടിയ പ്രശ്നം, എന്തൊക്കെയാണ് ഈ തൗഹീദി നവോത്ഥാന വഴിയിലെ ഉള്ളും മുരിക്കുമായി പലതും കൊണ്ടുവന്നിട്ടുള്ളത്. അതിനൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ കോമൺ സെൻസ് വേണം, ചിന്ത വേണം, ബുദ്ധി വേണം, ആയത്തറിയണം, ഹദീസ് അറിയണം, ചരിത്രം അറിയണം, പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദാ ആയത്ത് മാത്രമല്ല, ശുദ്ധ ഖുർആനിലെ
9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 51-ാം സൂക്തത്തിൽ നബിയെ പറയുക ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പ്രവാചകനെ പറയണേ, പ്രഖ്യാപിക്കണേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എന്താണോ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതേ ഞങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. വരമേൽപ്പിക്കുന്ന വിശ്വാസികൾ ആ റബ്ബിൽ വരമേൽപ്പിക്കട്ടെ എന്ന് പറയാം. ആ റബ്ബിൽ വരമേൽപ്പിക്കുക. ഇതാണ് മുജാഹിദുകൾ ഇസ്ലാമികളോട് പറയുന്നത്. ഒരു കേന്ദ്രത്തിലേക്കും ഒരു ശക്തിയിലേക്കും ഒരു വ്യക്തിയിലേക്കും പോകണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ഖൈറാകട്ടെ, ശർറാകട്ടെ, പരീക്ഷണമാകട്ടെ, അനുഗ്രഹമാകട്ടെ, എന്ത് സംഭവിച്ചാലും ഉണ്ടായാലും തൗഹീദിന് ഇളക്കം തട്ടാൻ പാടില്ല. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, പക്ഷേ പരാജയപ്പെടുത്തുകയില്ല. അല്ലാഹു നിങ്ങൾക്ക് തുറവി നൽകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചെങ്കടൽ കടത്തി കൊണ്ടുപോയതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നമ്രൂദിന്റെ തീകുണ്ടാരത്തെ രക്ഷപ്പെടുത്തിയതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബദറിന്റെ രണാങ്കണത്തിൽ വിജയിപ്പിച്ചതുപോലെ, അതേപോലെ തന്നെ പ്രവാചക ശൃംഖലയിലെ നിർണയിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ ചീന്തുകളാണ് വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നത്. നിശ്ചിത പ്രവാചകന്മാരുടെ പേര്, അതിൽ തന്നെ നിശ്ചിത പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണത്തിലെ നിർണായക ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ച നടപടിക്രമം, ആദർശബോധ്യം, തവക്കുൽ, എന്തിനാ നമ്മളും മക്കളും പഠിക്കുന്നത്, എന്തിനാ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാകുന്ന വിശ്വാസികൾ പഠിക്കുന്നതും തിരിച്ചറിയുന്നതും. കാലം എത്ര പുരോഗമിച്ചാലും, എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലായിരുന്നാലും, എത്ര ബുദ്ധി സാമർഥ്യം ഉണ്ടായാലും, ഏതൊക്കെ ടെക്നോളജിയിൽ അഭിരമിച്ചു കഴിഞ്ഞാലും മനുഷ്യന് സമാധാനം ഉറപ്പുവരുത്തുന്ന വിശ്വാസ വിഷയത്തിൽ ജീർണത ഉണ്ടായിത്തീരും. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകും. കാരണം അത് വരുന്ന വഴികളെ അത് കൃത്യമായി അടക്കപ്പെടേണ്ടതുണ്ട് എന്ന നിർബന്ധ ബുദ്ധി തീർച്ചയായിട്ടും തൗഹീദി ബോധനത്തിൽ ഇസ്ലാമികൾക്കുണ്ട്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്തു യൂനുസ് 107-ാം സൂക്തം വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വയംസസ്കല്ലാഹു ബിദുർരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഒരു ഉപദ്രവം, ഒരു പ്രയാസം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, മനസ്സിലങ്ങ് കോറിയിടണം, ഉറപ്പുവരുത്തിയേക്കണം. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അതിനെ നീക്കം ചെയ്യാൻ സാധ്യമല്ല. ഒരു കേന്ദ്രത്തിലേക്കും പോയിട്ട് കാര്യമില്ല, ഒരു പരിഹാരക്രിയ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അല്ലാഹുവാണ് അത് വിധിക്കുന്നവൻ. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, ആ റബ്ബിനല്ലാതെ അതിനെ മാറ്റാൻ സാധ്യമല്ല തന്നെ. വൈരിദുക ബിഖൈരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഖൈർ, ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു നൽകി കഴിഞ്ഞാൽ ഫലാ റാദ ലിഫളിഹി, അതിനെ എടുക്കാൻ, അതിനെ തടസ്സമുണ്ടാക്കാൻ, അതിനെ പ്രതിബന്ധമായി തീരാൻ ഒരാൾക്കും കഴിയുകയില്ല. റബ്ബിലുള്ള ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാത്ത നാഥനിൽ വരമേൽപ്പിച്ചു കൊള്ളണം എന്ന് പറയാൻ അല്ലാഹുവിലുള്ള ഒരു വിശ്വാസം, ആ ഒരു തൗഹീദി ബോധം, ആ ഒരു തവക്കുൽ ഉമ്മത്തിനുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കും, എല്ലാം കേൾക്കുന്നവനായി അല്ലാഹു നമ്മുടെ കൂടെ. അവനോട് തേടിയാൽ മതി എന്നാണ്. പക്ഷേ പലപ്പോഴും അവനോട് തേടിയാൽ പോരാ, മറ്റുള്ളവരോട് തേടണം, കുറ്റങ്ങൾ ചെയ്തവരാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ഓർക്കേണ്ട സൂക്തം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാം സൂക്തത്തിൽ നമസ്കരിച്ച സമയത്ത് 4 റക്അത്തിലും ഇമാമെന്നോ മഅ്മൂമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ പാരായണം ചെയ്ത സൂക്തം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയവരോടല്ല, ജിന്നുകളോടല്ല, മലക്കുകളോടല്ല, ആൾ ദൈവങ്ങളോടല്ല, ഒന്നിനോടുമല്ല. ആരോടാണ് ഭൗതികമായി സഹായം തേടുന്നു എന്ന് ഓരോ മുസ്ലിമും നമസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോ 5-ാമത്തെ ആയത്തെത്തുമ്പോ ഒരു പ്രതിജ്ഞ കണക്കെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മോട് ആവർത്തിച്ച് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. നമസ്കാരത്തിലെ നിർബന്ധ ഘടകമാകുന്ന റുക്നാകുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എത്ര
എത്ര കൃത്യമാണ് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത് വരെ നടന്ന സംസ്ഥയുടെ സമ്മേളനത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും സംഘടനാ പ്രവർത്തനം നടത്തുന്നതും എന്നതിന് ഉത്തരമായി കൊണ്ട് അവിടെ നൽകപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖേദകരമെന്ന് പറയട്ടെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹുവിന്റെ പുറമെയുള്ളവരോട് സഹായം ചോദിക്കാം, പ്രാർത്ഥിക്കാം. ഒക്കെ അങ്ങനെ പച്ചക്ക് പറയാ, പച്ചക്ക് പറയാ. അള്ളാഹ് പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഒരു ഗൗരവം ഉണ്ടായി. കാരണം ഇസ്തിഗാസ എന്നൊക്കെ ഓമന പേരിട്ടിട്ട് അള്ളാഹുവില്ലാത്ത ആളുകളുടെ ഇസ്തിഗാസ താടാ, സഹായം താടാന്ന് മാത്രം എന്ന നിലക്ക് പതൊക്കെ ഐറ്റം മാറ്റി. കാരണം സിയമിനെ തന്നെ പഠിച്ചവനാക്കി മാറ്റിയാണ്. പിന്നെ ഇപ്പൊ എന്തും പറയാ എന്നിടത്തേക്ക് എത്തിയപ്പോ പ്രാർത്ഥനകളടക്കം അള്ളാഹുവിന് പുറമെയുള്ളവരോട് ആക്കി തീർക്കാന്ന് പറയുമ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുന്ന ആയത്തിന്റെ അവസ്ഥ എന്തായി തീരും? ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തേട്ടം അതല്ലേ മുൻഗാമികൾ നിർവഹിച്ചത്. അള്ളാഹിനോട് മാത്രം എല്ലാ പ്രവാചകന്മാരും അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. പ്രവാചകൻ വിശ്വാസി സമൂഹത്തിന് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിത പ്രാർത്ഥന നിർഭരമാണ്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു സഹായത്തേട്ടം, ഏതെങ്കിലും ഒരു ആവശ്യം ബോധിപ്പിക്കൽ അള്ളാഹ്ക്ക് പുറമെയുള്ളവരോട് തേടാനുള്ള പദാവലികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. നേരെ ചൊവ്വേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ലളിത, ഒരു കെട്ടി കൊടുക്കൂല. ഞാൻ നേരത്തെ പറയും മതം വളരെ എളുപ്പം എന്ന് പറയാനുള്ള കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശ്ർ അല്ലാഹുവിനെ സ്തുതിച്ചിട്ട് ഉണരുകയാണ് എല്ലാ മുസ്ലിമീങ്ങളും. ഈ പ്രാർത്ഥന അതല്ലേ സ്വഹീഹായ ഹദീസിലൂടെ വന്ന പ്രാർത്ഥന, അതിൽ തർക്കമില്ല. പിന്നെ ഏതിലാണ് നമ്മൾ തർക്കിക്കുന്നത്? അല്ലാഹുവിനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും വേണ്ടി എവിടെയാ ഈ മതം സ്പേസ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കോ? ഇല്ല, അങ്ങനെ കൊടുക്കൂല. അങ്ങനെ എല്ലാ പ്രാർത്ഥനയും വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ, സുബ്ഹാനല്ലദീ. അല്ലാഹുവാണ് പരിശുദ്ധൻ എന്ന് പറയാ. അവിടെ അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ. ആരെല്ലാ വരമേൽപ്പിക്കുന്നത്? അല്ലാഹുവിലാ വരമേൽപ്പിക്കുന്നത്. അള്ളാഹുവിൽ വരമേൽപ്പിച്ച് പുറത്തിറങ്ങണം. വാഹനത്തുകാരെ സുബ്ഹാനല്ലദീ സഖറ ലനാ ചൊല്ലണം. എന്നിട്ടും യഖീനാകണില്ല. പിന്നെയും വാഹനം എടുത്ത് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എടുത്താല് ഈ ഖൗമിൽ പലരും ചെയ്യുന്ന ജാറങ്ങളിലേക്ക് പോവുക. വാഹനം നിർത്താൻ സ്പേസ് ഇല്ലാത്ത കോലത്തില് അവിടെ നിങ്ങൾ പുതിയങ്ങാടിയിലൊക്കെ ആ ജാറം മൈതാനൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഏർവാടിയിലേക്ക് പോവുക. ഫസ്റ്റ് ട്രിപ്പ് എന്ത് ചെയ്യാണ്? ഏർവാടിയിലേക്ക് പോവുക. കണ്ട് പോയി തിരിച്ചു വരുമ്പോ ആക്സിഡന്റ് സംഭവിച്ചപ്പോ ചോദിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്തായി? അവിടൊക്കെ പോയി വന്നപ്പോൾ ആക്സിഡന്റ് ആയില്ലേ? അപ്പൊ തിരിച്ചു കൊടുത്ത മറുപടി എന്താ? പോയി വരണോണ്ട് അവിടെ പോയി വരണോണ്ട് ഇങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി കഴിച്ചില്ല. ഈ കൗമിനെ ഏത് കോലത്തിലാ നന്നാക്കുക എന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവിടെ ഒരു ആക്സിഡന്റ്, ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏർവാടിയിൽ ഏറ്റവും പോയിട്ട് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു ചെറിയ ഒരു പച്ച തുണിക്കഷ്ണം ഉണ്ടാവും. ആ തുണിക്കഷ്ണം സ്റ്റാറിങ്ങിന്റെ ബാക്കില് അതിന്റെ സ്റ്റാറിങ്ങിന്റെ ബാക്കിലായിട്ട് കെട്ടിയിടും. അപ്പൊ സംരക്ഷിതായി എന്നാണ് അതിന്റെ അർത്ഥം. ഹിമായത്തുള്ള ഔലിയാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണ കരവലയങ്ങളിൽ ഉൾപ്പെട്ടു. പിന്നെ യാത്രയിൽ പ്രശ്നം ഉണ്ടാകൂല. പക്ഷെ വരുമ്പോ തന്നെ അപകടമാകുമ്പോ ആ അപകടത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യൻ മനനം ചെയ്യുന്നവനാ, ചിന്തിക്കുന്നവനാ. ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കടാ എന്ന് നമ്മൾ സ്നേഹത്തോടു കൂടി പറയുമ്പോ തിരിച്ചു പറയുന്നത് അവിടെ പോയി വരുന്നതുകൊണ്ടാണ് ഈ രൂപത്തിലെങ്കിലും രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോ അവരൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ വേണ്ടി വരും. അല്ലാഹു തന്റെ ഹിദായത്ത് കൊടുക്കേണ്ടി വരും. കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള കൊടുക്കണം. അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വ്യതിചലിച്ചു പോവുക എന്നാൽ വല്ല മാർഗം മുസ്ലിമിന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാർഗമില്ല. ഒരു ലൂപ്പ് ഹോൾ പഴുതടച്ചിട്ടാണ് അള്ളാന്റെ പ്രവാചകൻ എല്ലാ പ്രാർത്ഥനാ പ്രകീർത്തനങ്ങളും പഠിപ്പിച്ചു തന്നത്. അതാണ് രോഗത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, യാത്രയിൽ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, പള്ളിയിൽ കയറുമ്പോ അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നീ തുറന്നു തരണം എന്ന് പറയാൻ. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് പരിചയമില്ലാത്തൊരു നാട് അല്ലെങ്കിൽ ഒരു സാഹചര്യം അതല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇസ്തിആദത്ത് ശരണം തേടണം. ആരോടാ ശരണം തേടേണ്ടത്? എന്താണ് ഇസ്തിആദത്തിന്റെ കലിമ? സഹിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട പദമേതാ? നമ്മളും പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. വ്യത്യസ്ത ആക്സിഡന്റുകൾ എപ്പോ എങ്ങനെ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. ആരെ കൊണ്ടാ നമുക്ക് മുസീബത്തും ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല. ഏതൊക്കെയാണ് അപകടമായി കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. വെള്ളം നമുക്ക് ആവശ്യം, വെള്ളപ്പൊക്കമായി മാറിക്കഴിഞ്ഞാലോ തീ നമുക്ക് ആവശ്യം, തീപിടുത്തുണ്ടായി കഴിഞ്ഞാലോ
വാഹനങ്ങൾ യാത്ര ആവശ്യം ആക്സിഡന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലോ കോട്ടക്കലെല്ലാം കണ്ടില്ലേ അവിടെ പത്രത്തിന്റെ ഓഫീസിന് മുമ്പിൽ നടന്ന അപകടത്തിന്റെ ആക്സിഡന്റ് ഒരു വൈറൽ വീഡിയോ അവിടെ കുടുംബ ഗ്രൂപ്പുകളിലും അതല്ലാത്ത ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഒരു ഉമ്മയും മകനുമാണെന്ന് എന്റെ ഓർമ്മ. അങ്ങനെ നടന്നു പോകുക റോഡ് സൈഡിലൂടെ, റോട്ടിലൂടെയാണോ നടക്കുന്നത്, ആ ലൈന് തെറ്റിച്ചിട്ടാണോ നടക്കുന്നത്, റോട്ടിൽ കയറിയിട്ടുണ്ടോ ഇല്ല, ദൂരം പാലിച്ച് റോഡ് സൈഡിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് നിയന്ത്രണം വിട്ട ഒരു വാഹനം വന്ന് അല്ലെ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്ന രംഗാണ്. ആ കുട്ടി വിമാനം കണ്ട് ഇടിച്ച് അത് കൊണ്ടുപോകാൻ ചിന്തിച്ചു പോയി. അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ. അഊദു ബികലിമാത്തില്ലാഹി തആമാതി, അല്ലാഹുവേ നിന്റെ പൂർണ്ണ നാമങ്ങൾ കൊണ്ട് എല്ലാ അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തി നിന്നോട് ഞാൻ ശരണം തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ, നീ സൃഷ്ടിച്ചതിന്റെ കെടുതിയിൽ നിന്ന്, മനുഷ്യരാകട്ടെ മറ്റുള്ളതാകട്ടെ ആരാകട്ടെ എവിടെയാകട്ടെ എന്തൊക്കെ കെടുതിയാണോ അതുവഴി വരാൻ സാധ്യതയുള്ളത് എങ്കിൽ അതിൽ നിന്നൊക്കെ നിന്നോട് ഞാനിതാ ശരണം തേടുകയാണ് എന്ന് പറയുന്ന ഇസ്തിആദത്ത്, ശരണം തേടൽ. ഇതൊക്കെ അല്ലാഹുവിനോടാ, ഇതൊക്കെ അല്ലാഹുവിനോട് നേർക്ക് നേരെ. പക്ഷേ പൗരോഹിത്യം ഈ അല്ലാഹുവിനോട് നേർക്ക് നേരെ എന്ന ഇതിന്റെ ഒക്കെ കടക്കൽ കടക്കി വെക്കുക. എന്നിട്ട് ജനങ്ങൾ അങ്ങനെ പുറകോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഉത്ബുദ്ധതയുണ്ട് എങ്കിൽ കുറ്റാലോചിക്കുക. നബിദിനാകും ഒരു ഭാഗം, അങ്ങനെ നേർച്ചാകുമ്പോ വേറെ ഭാഗം, ശറഫുൽ അനാമ്, മങ്കൂസ് മൗലീദ്, മാലപ്പാട്ടുകൾ, വൈദീശികനെ കുറിച്ചുള്ള അമിത വർണ്ണനകൾ, പ്രവാചകനെ കുറിച്ചുള്ള വർണ്ണനകൾ, മങ്കൂസിലെ ശറഫുൽ അനാം എടുത്താൽ അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദലക്കൽ ജംബൽ ഗഫീറു, പ്രവാചകരെ താങ്കളുടെ പൊറുക്കുക എന്ന ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ അടിമ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. എത്ര വലിയ ഗ്രേറ്റ് മിസ്റ്റേക്ക്, വലിയ തെറ്റ്, ബ്ലണ്ടർ ആണ് വരുത്തി വെക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വിശ്രമിക്കാൻ സമയമായോ? ഈ വിഷയത്തിൽ ഈ നവോത്ഥാന സാരണിയിൽ അബ്ദുക്കൽ മിസ്കീൻ യർജു, പ്രവാചകരെ താങ്കളുടെ മിസ്കീനായ അടിമ ഇതാ വന്നി. നമ്മൾ ആരടിമയാ? ആരെങ്കിലും അബ്ദു മുഹമ്മദ് എന്ന് പേരിടും. മുഹമ്മദിന്റെ അടിമ എന്ന് അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ഗഫൂർ ഇതൊക്കെ പേരിടാറുണ്ട്. അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയോട് ചേർത്ത് അബ്ദി എന്ന് പേരിടും. എന്നാൽ ശറഫുൽ അനാം മൗലിദിൽ നമുക്കൊരു പേര് തരാൻ അബ്ദു മുഹമ്മദ്, മുഹമ്മദിന്റെ അടിമ ചൊല്ലുന്ന ആളുകൾക്ക് താങ്കളുടെ അടിമ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ പറയും അത് സാഹിത്യാണ്, ആലങ്കാരികാണ്, ഒന്ന് വർണ്ണിച്ചതാണ് എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പാടുണ്ടോ? അങ്ങനെ വർണ്ണിക്കുന്നത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ താക്കീത് നൽകിയത്. ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രൈസ്തവർ അമിതമായി പുകഴ്ത്തി ആരാധനയിലേക്ക് എത്തിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഖൂലു, നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലി, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. അത്ര നിങ്ങൾ പറഞ്ഞാൽ മതി. അള്ളാന്റെ അടിമ, അള്ളാന്റെ റസൂൽ, പ്രവാചകൻ, അതിലുപരി വിശേഷണങ്ങൾ ചാർത്തി തരരുത്. അത് വിശ്വാസ വ്യതിചലനം ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം? പ്രവാചകൻക്കറിയാം. അതുകൊണ്ടാ മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ആ പഠിപ്പിച്ച പ്രവാചകനോട് തന്നെ തേടുക, ഇസ്തിഗാസ തേടുക. മങ്കൂസിലൂടെ, ശറഫുൽ അനാമിലൂടെ, അതേപോലെ തന്നെ പോയി നേരത്തെ പറയാ സിഎമ്മിനെ കുറിച്ച്, അതേപോലെ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ചൊക്കെ പറയാ. 5ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ് എന്നറിയപ്പെട്ട മഹാനായ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി നവോത്ഥാന നായകന. അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നവോത്ഥാനത്തിന്റെ വഴിത്താര ശിർക്കിലേക്ക് കൊണ്ടുപോകുക. വല്ലേ നീലത്തീനം എന്നെ ക്രിക്കറ്റിൽ ഓവറുണ്ട്, മാലപ്പാട്ടിൽ ഓവറുണ്ട്. 2 ഓവർ വേർതിരിച്ച് മനസ്സിലാക്കണം. അതിൽ ക്രിക്കറ്റിൽ ഓവർ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ മാലപ്പാട്ടിൽ ഇതൊരു ഓവർ തന്നെയാണ്. കാരണം എന്താ? വല്ലേ നീലത്തി എവിടുന്ന് വിളിച്ചു കഴിഞ്ഞാലും ബാഗ്ദാദിൽ ഖബറടക്കം ചെയ്യപ്പെട്ട മറമാടപ്പെട്ട മൊയ്തീൻ ശൈഖ് നമ്മുടെ വായി കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും എന്ന് പറയാൻ. വായി ആഗ്രഹം ചോദിച്ച് ആവശ്യം ബോധിപ്പിച്ച് വായ മൂടുന്നതിന് മുമ്പ് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഉത്തരം നൽകുന്നു പറയാം. മൊയ്തീൻ ശൈഖ് ഇല്ല. മൊയ്തീൻ ശൈഖ് എന്താ പറഞ്ഞത്? ഫുതൂലുൽ ഗൈബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഉദ്ധരണിയിൽ ഓർമ്മയിൽ നിന്നുള്ളത് പറയാം. ഒറിജിനലായി മൊയ്തീൻ ശൈഖ് പറഞ്ഞത് ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ലാ തസ്കുവന്ന, അല്ലയോ മനുഷ്യ, നീ ഒരിക്കലും ആവലാതി ബോധിപ്പിക്കരുത്, ശിക്കായത്ത് നടത്തരുത്. ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ഒരൊറ്റ പടപ്പിൽ
പടപ്പിനോടും പ്രവാചകന്മാർ പടപ്പുകളാണ്, മുഹമ്മദ് നബി പടപ്പാണ്, മൊയ്തീൻ ശൈഖ് പടപ്പാണ്, ജിന്ന് പടപ്പാണ്, മലക്ക് പടപ്പാണ്, മർമാടപ്പെട്ട മഹത്തുക്കളൊക്കെ പടപ്പുകളാണ്. മൊയ്തീൻ ശൈഖ് ഒറ്റ പദം കൊണ്ട് അതിനെല്ലാം കൃത്യമായി കൊണ്ട് അതിലേക്ക് പോകുന്നതിനെല്ലാം പ്രതിരോധിക്കുകയാണ്. അഭൗതികമായ അദൃശ്യമായി നീ ശിക്കായത്ത് ഒരൊറ്റ പടപ്പിനോടും നടത്തരുത്. അങ്ങനെ എങ്ങാനും നീ നടത്തി കഴിഞ്ഞാൽ നീ നടത്തുന്ന ആളുകൾ ആരാകട്ടെ, എവിടെയാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അവർക്കൊന്നും നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. വലാ നാഫിഅ നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. വലാ റാഫിഅ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. വലാ ജാലിബ നിനക്ക് നന്മ കൊണ്ടുവന്ന് നൽകാൻ സാധ്യമല്ല. വലാ മുആഫിയ നിനക്ക് ശമനം നൽകാൻ സാധ്യമല്ല. വലാ ദാഫിഅ നിന്നെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അതിനൊന്നും സാധിക്കാത്ത ആളുകളിലേക്ക് നീ ശിക്കായത്ത് ആവലാതി പറയണ്ട. മറിച്ച് നീ ചെയ്യേണ്ടത് ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, എല്ലാം കേൾക്കുന്ന അറിയുന്ന പടച്ചറബിലേക്ക് നീ സഹായം തേടിക്കോ, അല്ലാഹുവിലേക്ക് നീ ഇസ്തിഗാസ ചെയ്തോ എന്ന് മഹാനായ മുഹ്യിൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയാൻ. അതാണ് നമ്മൾ പ്രമേയത്തിൽ സന്ദേശത്തിലൊക്കെ പറഞ്ഞത്. ഖുർആനിലെ ആയത്തുകളായാലും അതേപോലെ തന്നെ ഹദീസുകളായിരുന്നാലും മുൻഗാമികളുടെ പൂർവ്വസൂരികളുടെ ഖുർആനിനോടും ഹദീസിനോടും പ്രതിബദ്ധത പുലർത്തി അവർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നായിരുന്നാലും ഈ വക വിഷയങ്ങളിലൊക്കെ ചൂഷണമുക്തമായ വിശ്വാസ വിശുദ്ധിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. തൗഹീദിന്റെ ഗരിമ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. യാ ഗുലാം, അല്ലയോ ബാല എന്ന് പറഞ്ഞ് പ്രവാചക ജീവിതത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് കടന്നു വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പ്രവാചകൻ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ ബാല എന്ന് പറഞ്ഞ്, ഇദാ സഅൽത, നീ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവോട് ചോദിക്കാൻ പാടുള്ളൂ. ഇദസ്തഅൻത, നീ സഹായം തേടിയാൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവോട് നീ സഹായം തേടാൻ പാടുള്ളൂ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. വളരെ വ്യക്തം. നീ സഹായം തേടിയാൽ അല്ലാഹുവിനോട് സഹായം തേടുക, നീ ചോദിച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുണ്ടാകുക. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹുവിനെ നമ്മൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ പ്രത്യക്ഷ പരോക്ഷ സന്ദർഭങ്ങളിൽ ഹലാൽ ഹറാം വിഷയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുന്നതാണ്. പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ അറിയിച്ച ഓഫറാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ അല്ലാഹുവിന്റെ സംരക്ഷണവും സഹായവും കിട്ടാൻ പാകത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്നാണ് ഞാൻ ഇശാന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മത്ത് പല വിധത്തിലുള്ള നവോത്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റെടുത്തെങ്കിലും ഇനിയും ഏറ്റെടുക്കാതെ മുന്നോട്ട് പ്രയാണം തുടരുന്ന, മുന്നോട്ട് പോകുന്ന, വ്യതിചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതി ഈ വിഷയമാണ്. ആ വിഷയത്തിൽ വിമോചനം പലപ്പോഴും പൗരോഹിത്യം ആഗ്രഹിക്കുകയില്ല. അതിന്റെ കാരണം ഈ ഉമ്മത്തിനെ ശിർക്കിൽ തളച്ചിട്ടെങ്കിൽ, ചൂഷണത്തിൽ തളച്ചിട്ടെങ്കിൽ മാത്രമേ തങ്ങളുടേതായ ഭൗതിക താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭൗതികത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് അറിയാം. അവരറിയും, അതിനനുസരിച്ചുള്ള ചപ്പടി വിദ്യകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ബാധ്യത ഒരായത്തെങ്കിലും എന്നിൽ നിങ്ങൾ എത്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ അറിയിച്ചതാണ്. ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അവരെ നന്നാക്കിക്കൊണ്ടേയിരിക്കണം, അവരെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കണം. പ്രാർത്ഥന പടച്ചറബിനോട് മാത്രമാണ് എന്ന തൗഹീദിന്റെ പ്രവാചകന്മാരുടെ പ്രഥമമായ സന്ദേശം അറിയിച്ചുകൊണ്ടേയിരിക്കണം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വഴിപിഴ ഉണ്ടാവുകയില്ല. അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള എല്ലാ മേഖലയിലും കൂടെ മാത്രമല്ല, നവോത്ഥാനത്തിന്റെ പ്രവാചക മാതൃകയിലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൗഹീദി ബോധനമാണ് എങ്കിൽ ആ തൗഹീദ് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകും. നമ്മളെ കമലാന മനസ്സിലാക്കിയ ആളുകളാണ്, പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞവരാണ്. പ്രാരംഭ പ്രാർത്ഥനയിലെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ചൊല്ലുന്നവരാണ്. വജ്ജത്ത് ചൊല്ലുമ്പോ ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ചര്യകൾ,
എന്റെ ബലി, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനുള്ളതാകുന്നു നമ്മൾ പറയാ. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, ആ റബ്ബിന്റെ പങ്കുകാരില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽ വാന അവ്വലുൽ മുസ്ലിമീൻ, റിപ്പോർട്ടിൽ ഹദീസിൽ ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്, മറ്റു റിപ്പോർട്ടിൽ വാന മിനൽ മുസ്ലിമീൻ, ഞാൻ അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്ന്. ഇങ്ങനെ റബ്ബിനെ എല്ലാം സമർപ്പിച്ച സത്യവിശ്വാസികളാണ് എങ്കിൽ, ഏകദൈവ വിശ്വാസത്തിന്റെ അതിന്റെ തെളിമ അംഗീകരിച്ചവരാണ് എങ്കിൽ, ആ തൗഹീദി ബോധനം നമ്മെ അറിയിക്കുന്ന മാനവികത കൂടി സംരക്ഷിക്കേണ്ട, തിരിച്ചു പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ കൂടി റബ്ബിനെ അറിയുകയും ഈ സമൂഹത്തെ അറിയിക്കുകയും ചെയ്യണം. അത് നമ്മുടെ നവോത്ഥാന ദൗത്യത്തിന്റെ ഭാഗമാണ്. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ വഇലാഹുകും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, എന്നിട്ട് ആ ഏകനായ ദൈവം ആരാണ്? ലാ ഇലാഹ, അവനല്ലാതെ ആരാധ്യനില്ല, ഇല്ലാ ഹുവർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അവന് പരമകാരുണികനും റഹീം കരുണാവാരിധിയുമാണ് എന്ന് പറയാൻ എത്ര സുന്ദരമായ ദൈവീക ദർശന വിശ്വാസഭാഗം പഠിപ്പിച്ചിട്ടാണ്. വൺനെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഏകത്വം, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആവലാദികൾ ബോധിപ്പിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന പടച്ച റബ്ബ് പരമകാരുണികനാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന കാരുണ്യബോധം, മാനവിക ബോധം, മൈത്രി ബോധം തീർച്ചയായിട്ടും പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിക ഉമ്മത്തിനുണ്ടാകും. അതാരും പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പെഹൽഗാമിലെ, തെക്കൻ കശ്മീരിലെ പെഹൽഗാമിലെ തീവ്രവാദികൾ, ഭീകരവാദികൾ വന്നുകൊണ്ട് നിരപരാധികളായ ടൂറിസ്റ്റുകളെ, യാത്രക്കാരെ വെടിവെച്ചു വീഴ്ത്ത, എന്നിട്ട് അവർ പറയാം മുസ്ലിങ്ങളാണ് എന്ന്. അതിന്റെ പ്രചണ്ഡമായ പ്രചാരണം നടക്കുകയാണ്. ഏത് മുസ്ലിമാണ് അവർ? ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാനാണ് പറഞ്ഞത്. അതാണ് ഇസ്ലാമിയത്ത്, അതാണ് ഇസ്ലാഹിയത്ത്, അതാണ് പ്രവാചകൻ പഠിപ്പിച്ച പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന വിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്നത്. എന്നാൽ ആ ചെയ്തു കൂട്ടിയത് എന്താ? അതിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനുള്ള മറുപടി, ആരെങ്കിലും അന്യായമായി ഒരു മനുഷ്യനെ, നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന്റെ തുല്യാണ്. അവർക്കൊന്നും ഇസ്ലാമിനായിട്ട് ബന്ധമില്ല. ആരും അതൊന്നും ഇസ്ലാമിനോടും ഇസ്ലാമിക വിശ്വാസത്തോടും ഫണ്ടമെന്റൽ പാർട്ടിനോടും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന മീഡിയകൾ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എന്നാൽ ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്, എല്ലാ ഭീകരവാദികളും തീവ്രവാദികളും മുസ്ലിമീങ്ങളാണ് എന്ന്. അങ്ങനെയാണോ കണക്ക്? ഇപ്പോ പലതും ചോർത്തി കൊടുക്കുന്നതിൽ പിടിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? കണക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകണില്ല. ആരൊക്കെ, എവിടൊക്കെയാ, എന്തൊക്കെയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതേ അവസരത്തിൽ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി കൊല്ലരുത് എന്ന് പറഞ്ഞ് അവസാനം പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ആ വെടിയുണ്ട ഏറ്റുവാങ്ങി കൊല്ലപ്പെട്ട് ഷഹീദായി മരിച്ചു വിരിഞ്ഞത് കശ്മീരിൽ തന്നെയാണ്. പ്രായം ചെന്ന മാതാപിതാക്കൾ കാത്തിരിക്കുന്ന മിഠായുമായി തങ്ങളുടെ പിതാവ് വീട്ടിലേക്ക് വരുമെന്ന് കാത്തിരുന്ന ആ മക്കൾക്ക് ആ വീട്ടിലേക്ക് ആ സഹോദരന്റെ മയ്യത്താ കിട്ടിയത്. അത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയതിന്റെ തുല്യമാകുന്ന ധർമ്മസമരം നിർവഹിച്ചവനാണ്. കശ്മീരിന്റെ മണ്ണിൽ തീവ്രവാദികളിൽ നിന്ന് തോക്ക് വാങ്ങിക്കൊണ്ട് അവർക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ച് നിരപരാധികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയ മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ മലയാളിയായിട്ടുള്ള സഹോദരൻ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മകൾ പോലും പറഞ്ഞത്, എനിക്ക് കശ്മീരിൽ നിന്ന് 2 മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട് എന്ന്. 2 മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട് എന്ന്. അതിരെ അവളുടെ പേര് ഓർമ്മയില്ല, അതിരെ ഞാൻ തോന്നുന്നു അവള് പറയാ. അതാണ് ആ 2 സഹോദരങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആ ഇസ്ലാം അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ കൂടെ കിട്ടുന്ന ഇസ്ലാമാണ്. അതാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ ആരാധിക്കുന്ന റബ്ബ് റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ആ കാരുണ്യബോധം വിശ്വാസികളുടെ ജീവിതത്തിൽ തീർച്ചയായും
ഉടനീളം ഉണ്ടാകും. അത് പ്രവാചകൻ പഠിപ്പിച്ചതുമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ജനങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരിയായി തീരുന്നത് എങ്കിൽ അവരെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറയാം. ജനങ്ങൾക്ക് ഉപകാരിയായി തീരുക, മൻഫഅത്ത് നടത്തുന്നവരായി തീരുക എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾ എന്ന നിർവചനങ്ങളിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെട്ടു. അപ്പൊ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി മുന്നിൽ നടക്കുന്ന ഇസ്ലാമിക ആശയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ലഭിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ ആധുനിക കാലത്ത് സമകാലിക നമ്മുടെ സാമൂഹിക കുടുംബ ജീവിതത്തിൽ വിശ്വാസപരവും ആചാരവും അനുഷ്ഠാനവും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ മഹിതമായ മാതൃക തന്നെയുണ്ട്. ഈ അടുത്ത കാലത്താണല്ലോ നമ്മുടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന സഹോദരി ആ പങ്കുവച്ചത് ആധുനിക കാലമാണ്. എന്നാൽ ഈ ആധുനിക കാലം ആ വക വിഷയങ്ങളിൽ സാക്ഷരതയും നവോത്ഥാനവും നന്മയും നിലവാരവും ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രവാചകനിലേക്കും പ്രവാചക ചരിതങ്ങളിലേക്കും പ്രവാചക കാലത്തേക്കും മടങ്ങിക്കഴിഞ്ഞാൽ കറുത്ത കാപ്പിരിയായ നീഗ്രോ അടിമ ബിലാൽ ഇബ്നു റബാഹിനെയും അന്യനാട്ടുകാരനായ സൽമാനുൽ ഫാരിസിയെയും ഉന്നത കുലജാതനും കുബേരനും പണക്കാരനുമായ സിദ്ദീഖുൽ അക്ബറിനെയും ഒരേ സ്വഫിൽ അണിനിരത്തി നമസ്കരിപ്പിച്ച പ്രവാചകൻ, ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ മാർഗം, ആ പ്രവാചകന്റെ ഹദീസ്, ആ പ്രവാചകന്റെ നിർദ്ദേശം, അതിൽ വംശീയതയില്ല, അതിൽ വർഗീയതയില്ല, അതിൽ വർണ്ണവെറിയില്ല. എത്ര കാലോചിതമാണിത്! ഈ മതത്തെയാണ്, ആ പ്രവാചകനെയാണ് ഇസ്ലാമോഫോബിക്കായിട്ട് ഈ സമൂഹത്തിലെ പല ആളുകളും XY ടീമുകളും ലിബറലിസ്റ്റുകളും യുക്തിവാദികളും നിരീശ്വര നിർമ്മതവാദികളും ഒക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രവാചകന്റെ നേരെ ചൊവ്വയുള്ള ജീവിതം രണ്ട് നിലക്ക് നമ്മൾ പ്രകാശിപ്പിക്കണം. ഒന്ന്, ഇതങ്ങനെ പറഞ്ഞുകൊണ്ട്, അറിയിച്ചുകൊണ്ട്, കൺവേ ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ഒന്നാമത്, ആ പ്രവാചകന്റെ ചര്യകൾ അത് സുന്നത്താകട്ടെ ഫറലാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ടോട്ടൽ നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാം സൂക്തത്തിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയാൻ. ആ മാതൃകയിൽ ഇന്നതെടുത്ത് ഇന്നത് തിരസ്കരിക്കേണ്ട, എല്ലാം നമ്മൾ നിർവഹിക്കേണ്ടതാണ്, എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടതാണ്. വിശ്വാസം ശരിപ്പെടുത്തിയ ആളുകൾ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുക. സ്വഭാവം നന്നാക്കുന്ന ആളുകൾ അതിന്റെ കൂടെ സാമ്പത്തിക ഇടപാടുകൾ നന്നാക്കുക. അതൊക്കെ നന്നാക്കുന്ന ആളുകൾ മനുഷ്യബന്ധങ്ങൾ അതിന്റെ ഊഷ്മളത നഷ്ടപ്പെടുത്താതിരിക്കുക. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന നിലക്ക് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ഏതൊക്കെ ഇടങ്ങളിലേക്കാണോ പൂർണ്ണമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ നല്ല മുസ്ലിമീങ്ങളും നല്ല മുത്തബിഉസ്സുന്നകളും പ്രവാചകന്റെ ചര്യകൾ പറയുന്നവർ മാത്രമല്ല, മറിച്ച് അത് അനുധാവനം ചെയ്യുന്നവരാണ് എന്ന നിലക്ക് ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആശാവഹമായി തീരും, പ്രതീക്ഷാ നിർഭരമായി തീരും. ഒരൊറ്റായത്ത് കൂടി അതിലേക്ക് വെളിച്ചം നൽകുന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പങ്കുവച്ചതാണ്. ആ പങ്കുവച്ചത് ആയത്തിലെ പ്രാഥമിക ഭാഗം, അതിന്റെ ആദ്യ ഭാഗമാണ്. ആത്യന്തികമായും അവസാനമായും സൂചിപ്പിക്കുവാനുള്ളത് നല്ല വഴിയിലേക്ക്, നവോത്ഥാന വഴിയിലേക്ക്, പ്രവാചക ചര്യയിലേക്ക്, സദാചാര ജീവിതത്തിലേക്ക്, സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നമ്മൾ പ്രബോധകന്മാരെ, വിശ്വാസി സമൂഹം തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ട ഭാഗം. ശുഐബ് നബി പറഞ്ഞു, യാ ഖൗമി, അല്ലയോ സമൂഹമേ, അറഅയ്തും, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഇൻ കുൻതു, ഞാൻ ആണിയെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ മാർഗത്തിലാണ് എങ്കിൽ, ബയ്യിനത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിലേക്ക് പോകണ്ട, സുന്നത്തും ബിദ്അത്തും ഒക്കെ കൂടി കൂട്ടിക്കലർത്തുന്നതിലേക്ക് പോകണ്ട. പല സംവിധാനങ്ങളും പല സംഘടനകളും പലതും ഉണ്ടാകും. പക്ഷെ ആ സമയത്തൊക്കെ ഇസ്ലാഹികൾക്ക് നമുക്ക് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യകൾ എല്ലാത്തിലും, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ദിക്റിൽ, സ്വലാത്തിൽ, അതേപോലെ
അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഏറ്റവും മേഖലകളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തണം. അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ മാർഗ്ഗത്തിലാണ് ഞാനുള്ളത്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഏറ്റവും നല്ല ഹലാലായ ഉപജീവനവും നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ അധ്വാനം, നമ്മുടെ ഉപജീവനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ മറ്റ് ഉപജീവന മേഖലകൾ ഒക്കെ ഹസനാകണം. ദഅവത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാണ്, നവോത്ഥാനത്തിന്റെ വക്താക്കളാണ്. മറ്റുള്ളവർക്ക് വടി കൊടുക്കാൻ പാടില്ല. പറയുന്നതൊക്കെ കൊള്ളാം, വിശ്വാസം ശരിയാണ്, അഖീദ ശരിയാണ്, ഇന്നതൊക്കെ ശരിയാണ്. അവന്റെ കച്ചവടത്തെ കുറിച്ച് എന്നോട് പറയണ്ട, സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറയണ്ട, മക്കൾക്ക് തീറ്റിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് ഒരു മുവഹിദിനെ കുറിച്ച്, ഒരു മുജാഹിദിനെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം നമ്മൾ കഴിക്കുന്നതൊക്കെ റിസ്ഖൻ ഹസന, ഏറ്റവും ഹലാലായതായിരിക്കണം. വമാ ഉരീദു, അടുത്ത ആയത്ത്, അടുത്ത ആയത്തിൽ അടുത്ത ഭാഗം, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, വമാ ഉരീദു, ശുഐബ് നബി പറയാ, വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ ഉഖാലിഫകും, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരാൻ, വിഭിന്നമായി തീരാൻ. എങ്ങനെ? ഇലാമാ അൻഹാകും അൻഹു, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്യരുതേ എന്ന് പറയുന്ന ഒരു കാര്യം, അതിന്റെ വക്താവായി, അതിന്റെ പ്രയോക്താവായി ഞാൻ മാറൂല. നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആ ശിർക്കിന്റെ അംശം വേറി തവക്കുൽ നഷ്ടപ്പെടുത്തി, നിർഭയത്വം നഷ്ടപ്പെടുത്തി പല കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുക, ഈ പരിപാടി എന്റെ അടുത്ത് ഉണ്ടാകൂല എന്ന് പറയാ. ഞാൻ നിങ്ങളോട് ഹറാമ് ചെയ്യരുത്, നിഷിദ്ധം ചെയ്യരുത്, പലിശ ഉപയോഗിക്കരുത്. അതിന്റെ വ്യാഖ്യാനം അതിന്റെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാൻ പ്രബോധകർ എന്ന നിലക്ക് നമ്മൾ ഇത്തരത്തിൽ ഈ നന്മ നവോത്ഥാനം, അതിന്റെ ദീപശിഖ അതിന്റേതായ രൂപത്തിൽ പ്രാമാണികമായി പ്രമാണത്തിന്റെ സർവ്വതല സ്പർശിയായി, അഖീദയിൽ മാത്രമല്ല സർവ്വതല സ്പർശിയായി പഠിപ്പിക്കേണ്ട ആളുകൾ എന്ന നിലക്കാണ് ആലോചിക്കേണ്ടത്. നിങ്ങളോട് വിരോധിക്കുന്ന ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് പറയാം. നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ വരിക, എന്നിട്ട് ഓരോ ചടങ്ങും ആലോചിക്കുക, അനുഷ്ഠാനവും കാര്യങ്ങളും, മനുഷ്യബന്ധങ്ങളും, കുടുംബ ബന്ധങ്ങളും, രക്തബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, വിവാഹ ചടങ്ങുകൾ, അതിലെ പേക്കൂത്തുകളെ നോക്കൂ. നിങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കുന്നത് ഓരോന്നും പല ആളുകളും പറയാതെ അവരല്ലേ ഇവിടല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അവരവന്റെ മകളുടെ കല്യാണമാകുന്ന സമയത്ത് നിങ്ങൾ കൂടികളാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസ് തന്നെയാണ്. നമ്മൾ ഇതൊക്കെ പറയുകയും ചെയ്യാം, ഒരു ദിവസമല്ലേ, അര ദിവസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ മക്കളെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുതരം ബ്യൂട്ടിഫിക്കേഷൻ ഷോ, സൗന്ദര്യ പ്രദർശന മത്സരം നടത്തുന്നത് പോലെ കൃത്യമായി ഹിജാബില്ലാത്ത കോലത്തിൽ പ്രദർശന വസ്തുക്കളാക്കി മാറ്റുമ്പോൾ നമ്മൾ ന്യായം ചമക്കുന്നവരാണോ? ജനങ്ങളോട് ദാമ്പത്യം എങ്ങനെയാണ്? വിവാഹം ലളിതമാണ്, ഇസ്രാഫ് പാടില്ല, ഹറാമ് പാടില്ല, അനിസ്ലാമികത പാടില്ല എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യുക. അതേ അവസരത്തിൽ നമ്മുടെ കാര്യം വരുന്ന സമയത്ത് അതിന് എതിരായി തീരുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങളിലും നമ്മൾ ചിന്തിക്കണം. പറഞ്ഞതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ജീവിതത്തിലൂടെ കൃത്യമായി പകർത്തി കാണിച്ചു തന്നതുമാണ്. പ്രവാചകൻ പറഞ്ഞതൊക്കെ പ്രവാചകൻ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിലും അങ്ങനെ തന്നെയാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അല്ലാഹുവിലേക്ക് വിളിക്കുന്ന മുസ്ലിമാണ് ഞാൻ എന്ന് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദഅ്വാ മേഖലയിൽ, നവോത്ഥാന സരണിയിൽ സമൂഹത്തിൽ കൂടുതൽ സ്വാധീനിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഏതൊക്കെ വിഷയങ്ങളിലാണോ സമൂഹത്തിൽ മാറ്റമുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ കുടുംബസമേതം നമ്മൾ മാതൃക കാണിക്കുക. ആദ്യം വ്യക്തിപരമായി വിശുദ്ധി നേടുക. 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീമിലെ 6-ാം സൂക്തത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വഅഹ്ലീകുൻ നാറാ, നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. മക്കൾ ലിബറലിസത്തിലേക്കാണോ, യുക്തിവാദികൾക്ക് കമന്റ് അടിക്കുകയാണോ, ഏത് കോലത്തിലേക്കാണോ പോകുന്നത്? ലഹരിയുമായി ബന്ധപ്പെട്ട് ആശിഖ് ഉമ്മാന്റെ കഴുത്തിലേക്കാ കൊടുത്തത്. പേര് ആശിഖ് സ്നേഹിക്കുന്നവനെന്നാണ്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിഷയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറയാ.
പ്രവാചകൻ സ്വന്തത്തെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് മക്കൾക്ക് ഉത്ബോധനം കൊടുക്കുകയാണ്. ദീനിന്റെ ധാർമ്മിക വിധിവിലക്കുകളിലൊക്കെ യാതൊരു കണിശത കുറവുമില്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ്. കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്ന് വിളിച്ച പ്രവാചകൻ തന്നെയാണ് എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് അന്യായമായ സമ്പത്ത് മോഷ്ടിക്കുന്നതെങ്കിൽ അവളുടെ കൈയാണെങ്കിൽ ഞാൻ മുറിച്ച് കളയുമെന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ ഹറാം ഹലാലിന്റെ ധർമ്മ അധർമ്മത്തിന്റെ വിഷയങ്ങളിൽ എത്രമേൽ ഗൗരവവും കണിശതയും നിഷ്കർഷതയും രക്ഷിതാക്കൾ കാണിക്കണമെന്നാണ്. പേരക്കുട്ടികൾ വിലക്കപ്പെട്ട ഈത്തപ്പഴം സക്കാത്തിന്റെ മുതൽ എങ്ങനെ എടുത്ത് കഴിച്ചപ്പോ കുട്ടികളെയില്ലേ എന്ന നെവർ മൈൻഡ് കാണിച്ചിട്ടില്ല. അവരുടെ വായിൽ കൈയിട്ട് പ്രവാചകൻ അത് കളഞ്ഞു തീർത്ത ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ വക വിഷയങ്ങളിൽ അഥവാ ആ വക വിഷയ വിധിവിലക്കുകളിൽ ഇസ്ലാമിക ഉമ്മത്തിലെ അംഗങ്ങളും രക്ഷിതാക്കളും എത്രമേൽ ജാഗ്രത കാണിക്കണം എന്നതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ചരിത്രം നമുക്ക് ബാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ ധാർമ്മികവും സാംസ്കാരികവുമായ ജീവിത വിശുദ്ധിയുടെ നവോത്ഥാനത്തിന്റെ നല്ല പാഠങ്ങളും പ്രവാചക മാർഗങ്ങളുമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലത്താണ്. അതിനൊക്കെ റോൾ മോഡലുകൾ മാതൃകകൾ നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് നമുക്കൊക്കെ മിന്നാമിനുങ്ങിന്റെ വെട്ടമായിട്ടെങ്കിലും ആ വക വിഷയങ്ങളിൽ മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ദഅവാ മേഖലകളിലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വിശാലമായ അർത്ഥതലങ്ങളുള്ള ആലോചനയ്ക്ക് വിഷയീകരിക്കേണ്ട ഒരു വിഷയമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ജനങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടി വിശ്വാസപരവും അനുഷ്ഠാനപരവും ധാർമ്മികവും സദാചാരപരവുമായ സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ സമയത്ത് പ്രബോധന പ്രവർത്തനത്തിന് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വായനയും ആലോചനയും ചർച്ചയും ഒക്കെ നമ്മുടെ നാടുകളിൽ മഹല്ലുകളിൽ നടക്കുന്നത് പോലെ നമ്മുടെ വീടുകളിൽ നടക്കട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെയും മക്കളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ജീവിതത്തിൽ നിഷ്ഠ പുലർത്തുന്ന മുത്തഖീകളും മുതവക്കിലീങ്ങളും മുവഹിദുകളുമായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിച്ചു പോകുന്ന അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അശാന്തി നിറഞ്ഞ ലോകം, ആഗോളക്രമം, പലസ്തീൻ സമൂഹം, ഉക്രൈൻ ജനത, പീഡിത ജനവിഭാഗങ്ങൾ അവർക്കെല്ലാം നീ അതിജീവനം നൽകണമേ നാഥാ. അല്ലാഹുവേ, ഫലസ്തീൻ സമൂഹം നമുക്കറിയാം, കശ്മീരിലൊക്കെ 10-26 ആളുകൾ കൊല്ലപ്പെട്ടപ്പോ നമ്മുടെ രാജ്യം ഉയർത്തെഴുന്നേറ്റത് ഭീകരവാദികളുടെ ഇടങ്ങളിൽ കൊണ്ടുപോയി അവിടെ എല്ലാം നിഷ്കാസിതമാക്കി തീർത്ത അഭിമാന മുഹൂർത്തം മുസ്ലിമീങ്ങളിൽപ്പെട്ട സഹോദരി പോലും കൃത്യമായി അതിന്റെ മുന്നിൽ നടന്നു എന്നതൊക്കെ ചരിത്രത്തിന്റെ ഒരു നിയോഗവും നിമിത്തവും ആയി തീരാം. പുതിയ കാലത്ത് വഖഫിലൂടെയും അതല്ലാത്ത വിഷയങ്ങളിലൂടെയും ഇസ്ലാമിക സമൂഹത്തെ അരികുവൽക്കരിക്കാൻ ശ്രമം നടത്തുമ്പോ, ബോംബ് ലിഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ടെററിസവും ഭീകരവാദവും ഇസ്ലാമിലേക്ക് ചാപ്പകുത്തി ചാർത്തി കൊണ്ടുവരുന്ന സമയത്ത് സോഫിയ ഖുറൈശിയെ പോലെയുള്ള ധീര വനിതകളെ നടത്തിയിട്ടുള്ള പരിശ്രമമൊക്കെ അഭിമാന മുഹൂർത്തം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ ചില നിമിത്തങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ്. ഏതായാലും കശ്മീരിൽ 26 ആളുകൾ കൊല്ലപ്പെട്ടപ്പോ അതിൽ നമ്മളൊക്കെ സങ്കടപ്പെട്ടു, അതിനെ അപലപിച്ചു. എന്നാൽ സഹോദരന്മാരെ, സഹോദരികളെ, ശബ്ദം കേൾക്കുന്നവരെ, ശ്രദ്ധിക്കുന്നവരെ, ഇതേ സമയത്ത് തന്നെ ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യർ രക്തവും മജ്ജയും മാംസവുമുള്ള സാമൂഹിക കുടുംബ ജീവിതമൊക്കെ നമ്മെപ്പോലെ നയിക്കണം, സമാധാനപൂർണമായ സാമൂഹിക സാഹചര്യം ഉണ്ടാകണമെന്ന് 7 ദശാബ്ദങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന്റെ സമകാലിക അവസ്ഥ എന്താ? ട്രംപ് വരുന്നു പോകുന്നു, പശ്ചിമേഷ്യയിൽ പ്രതീക്ഷ ഉണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നു എന്നല്ലാതെ ഒരാളനക്കവും ആ വിഷയത്തിൽ കേൾക്കുന്നില്ല. ട്രംപിനും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളും അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിപ്പോകുന്നു എന്നതല്ലാതെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളും അതേ ഭരണാധികാരികളും ഒക്കെ ഇനിയും അമാന്തം കാണിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് ആലോചിക്കേണ്ടി വരികയാണ്. ഒരാഴ്ചക്കുള്ളിൽ 500-ലധികം ഫലസ്തീനികളാ കൊല്ലപ്പെട്ടു. 26 ആള് അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിനിടക്ക് പുതിയ കാലത്ത് 26 ആള് ഭീകരവാദികളുടെ അക്രമത്തിന് വിധേയമായി കൊല്ലപ്പെട്ടപ്പോ നമ്മൾ സഹിച്ച പ്രയാസം 500-ലധികം ആളുകൾ ഒരാഴ്ച കൊണ്ട് കൊല്ലപ്പെടുകയാണ്. മാർച്ച് 18-ന്റെ സന്ധിയെ സൈനിസം അതിനെ തകർത്ത് കളഞ്ഞ് വീണ്ടും ഗസയിൽ നരമേധം തുടങ്ങിയതിനു ശേഷം 3000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിൽ 500-ലധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒരു ദിവസം ഇന്ന്
ഇന്നലെ ഈ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 24 മണിക്കൂറിൽ കൊണ്ട് 100-ലധികം ആളുകൾ കൊല്ലപ്പെടുക, പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുക. ഓട് നടക്കുമ്പോ, ചാടി നടക്കുമ്പോ നമ്മുടെ മക്കളെങ്ങാനും വീണ് കയ്യിലോ നെറ്റിയിലോ വല്ല മുറിവും പറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദിയും സങ്കടവും എത്രയായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. അവരുടെ കയ്യിലേക്ക് സിസ്റ്റർമാരെ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദനയേക്കാൾ കൂടുതൽ വേദന ഉപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും അനുഭവിക്കും. നമ്മെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് മിഠായി പൊതി ഇങ്ങനെ നിരത്തി വെച്ചതുപോലെ കഫൻ ചെയ്തുകൊണ്ട് വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ രണ്ട് നിവർന്ന് കിടക്കുന്ന മയ്യത്തായി മാറി അവർ മയ്യത്ത് നമസ്കരിക്കുന്ന രംഗം ഇത് കഴിഞ്ഞ വർഷത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ മാസം നടന്ന കാര്യമല്ല ഈ പറയുന്നത്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം, നിലപാടുകൾ ഉറപ്പിക്കണം, പീഡിത സമൂഹത്തിന്റെ കൂടെ ഉണ്ടാകണം. ആ പോരാട്ടത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇസ്ലാമിക ലോകത്തിന്റെ അതൊരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പീഡിത ജനവിഭാഗം ഫലസ്തീൻ ജനതയ്ക്ക് ആ മണ്ണിന്റെ മക്കൾക്ക് അതിജീവനം നൽകുമാറാകട്ടെ. അശാന്തി നിറഞ്ഞ ലോകക്രമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായി ഈ രാഷ്ട്രത്തെ ഭീകരതയിലേക്ക്, തീവ്രതയിലേക്ക്, വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുബുദ്ധികൾ, അവരുടെ അവിവേകങ്ങൾക്കൊക്കെ അല്ലാഹു അറുതി നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അല്ലാഹു തകർക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സാഹോദര്യവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷ്യം വെച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞ് യാത്ര തിരിച്ചവർ, യാത്ര പോയിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹു അവർക്കെല്ലാം ഏറ്റവും മഖ്ബൂലും മബ്റൂറുമായ സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ആഫിയത്തോടെ, അറിവോടെ, അവബോധത്തോടെ നിർവഹിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ തഖബ്ബൽ ദുആഅനാ റബ്ബനാ തഖബ്ബൽ ദുആഅനാ. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر وشتت ومزق أعداءك وأعداءنا وأعداء السلم والسلام والتعايش والإسلام والإحسان والمسجد الأقصى. ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. شكرا لكم لحسن تعاونكم وسمعكم، وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.